നമുക്ക് ട്രിഗ്നോമെട്രിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻ ഫിഗർ ലെങ്ത് ഓഫ് സൈഡ്സ് ബി സി ആൻഡ് എ ബി. ബി സിയും എ ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ആംഗിൾ എ 30 തന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് തുടങ്ങാൻ പറ്റും? വി നോ ദാറ്റ് ലൈക്ക് തീറ്റ. ഓക്കെ, ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീറ്റ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാം. വി നോ ദാറ്റ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോ ആണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ബി സി ബൈ എ സി. ബി സി എന്താണെന്ന് നമുക്ക് അറിയില്ല, എ സി 6 ആണെന്ന് അറിയാം. സൈൻ എന്താ തന്നത്? സൈൻ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ബി സി ബൈ 6 എന്ന് പറഞ്ഞിട്ടുള്ളത്. സൈൻ 30 എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ്സ് 1/2 റൈറ്റ്? 1/2. അപ്പം 1/2 ഈക്വൽ ടു ബി സി ബൈ 6. ഇതിനെങ്ങനെ ഇതാ? ബി സിയിൽ ഒറ്റക്കാക്കുമ്പോൾ 1/2 ഇൻറ്റു 6 ഈക്വൽ ടു ബി സി. ഇൻറ്റു ആണ് നടക്കുന്നത്, കട്ട് ചെയ്ത് പോവാം. സോ 3. അപ്പോൾ എന്താ? ബി സി ഈക്വൽ ടു 3. ബി സി 3 വരുന്നത് ഇപ്പോൾ ഈ ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബി സി കിട്ടി. എ ബിയും കൂടിയും ഫൈൻഡ് ചെയ്യണം. എ ബി ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ട്രയാങ്കിൾ എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നു ട്രയാങ്കിൾ 36 എ ബി സി. ഓക്കെ, നമ്മൾ ഫൈൻഡ് ചെയ്ത് എന്താ? ബി സി. ഓക്കെ, ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കണം. എ ബി കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്? വി നോ ദാറ്റ് കോസ് തീറ്റ ഈക്വൽ ടു ബേസ്, അതായത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോ ആണല്ലോ. സോ കോസ് 30 ഈക്വൽ ടു അഡ്ജസൻറ്റ് എ ബി. കാരണം എ ബി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. എ ബി ആണ് ക്വസ്റ്റ്യൻ മാർക്ക്, അതുകൊണ്ടാണ് അത് കടന്നു വരുന്ന ഐറ്റംസ് നമ്മൾ നോക്കുന്നത്. ഹൈപ്പോട്ടനസ് 6 ആണ്. കോസ് 30 എന്താ? കോസ് 30 എന്ന് പറഞ്ഞത് √3/2 അല്ലേ? സോ √3/2 ഈക്വൽ ടു എ ബി ബൈ 6. എ ബി മാത്രം അവിടെ ഒറ്റക്കാക്കണേ. √3/2 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു എ ബി. സോ ഇവിടെ വേണേൽ കട്ട് ചെയ്യാം, 3 വരും. സോ എ ബി ഈക്വൽ ടു 3√3. ഇതെന്താ? സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിൽ നമുക്ക് സെൻറ്റിമീറ്റർ മസ്റ്റാണ്. സോ ഓപ്ഷൻ